നമസ്കാരം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി. സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ്. റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ്. ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നു. ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരം തന്നെയാണ്. സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന റിമി ടോമിയുടെ പരിപാടിയുടെ ഒരു വീഡിയോ വൈറലാവുകയാണിപ്പോൾ. ഏതോ നാട്ടിൽ ഗാനമേളയ്ക്ക് പോയ റിമി ആളുകളുമായി സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. എല്ലാവർക്കും വേണ്ടി ഒരു പ്രണയഗാനം പാടാൻ പോവുകയാണെന്ന് പറഞ്ഞ താരം ഇതിന്റെ പിന്നാലെ പ്രണയ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. എല്ലാവരോടും മനസ്സിലുള്ള പ്രണയിനിയെ പുറത്തു കൊണ്ടുവരാനും അതിലൂടെ പാട്ടിന് കൂടുതൽ ഫീൽ കിട്ടുമെന്നുമൊക്കെയാണ് റിമി പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ വൈറലായതോടെ റിമി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ്. അധികം പഴയതുമല്ല, ഏറ്റവും പുതിയതുമല്ലാത്ത ഒരു പ്രണയഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണെന്നാണ് റിമി ടോമി പറഞ്ഞത്. താനത് പറഞ്ഞത് മുന്നിലിരിക്കുന്ന പല ആളുകളുടെയും മുഖത്ത് മാറ്റം വന്നു. ഇവിടെ പച്ചസാരി ഉടുത്തിരിക്കുന്ന ചേച്ചിയുടെ മുഖത്തും പ്രണയം കാണാം. പ്രണയമില്ലാത്തവരെ നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി പ്രണയമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അവരെയും നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാം. കാരണം അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ആളുമായിരിക്കാം. ചിലപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കുന്നവരുമായിരിക്കാം. ഒരുമിച്ച് ജീവിച്ച് ഈ ജന്മം അടുത്ത 10 ജന്മവും അവരുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ടാവാം. ദൈവം എന്തായാലും നമ്മൾ എല്ലാവർക്കും ഒരാളെ തരും. ആ ഒരാളെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് അവരെയും കൊണ്ട് എങ്ങോട്ട് യാത്ര പോകാനാണ് ഇഷ്ടമെന്ന് കൂടി പറയുക. ഇതെല്ലാം നിങ്ങൾ മനസ്സിലൂടെ ആലോചിക്കുമ്പോഴേക്കും ഞാൻ പാട്ടുമായി വരാം. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളും എന്നുമാണ് റിമി ടോമി പറഞ്ഞത്. പിന്നാലെ സദസ്സിലുണ്ടായിരുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ എടുപ്പിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യിപ്പിക്കുകയും തന്നോട് ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയെന്നുമൊക്കെ പറയുന്നു. മാത്രമല്ല, സെക്യൂരിറ്റിയായി നിന്ന പോലീസുകാരെ പോലും ഗായിക വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. തന്റെ വർത്തമാനം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരനോട് സീരിയസ്നെസ് ഒക്കെ വിടാനും ജോലിയുടെ സമ്മർദ്ദമില്ലാതെ ചിരിക്കാനുമൊക്കെ റിമി ആവശ്യപ്പെടുന്നു. സാധാരണ ആളുകൾ ഇത്തരം സംസാരത്തെ വെറുക്കാറാണ് പതിവെങ്കിലും റിമി ടോമി ആയതുകൊണ്ട് മാത്രം സ്വീകരിച്ചു. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് റിമി പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടത്. പോലീസുകാർ പോലും മിണ്ടാതെ നിന്നു എന്നതും ശ്രദ്ധേയമാണ്. പിന്നാലെ ആരാധകരും കമന്റുകളുമായി എത്തി. പ്രണയത്തെക്കുറിച്ച് റിമി എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത്. റിമി ശരിക്കും പ്രണയത്തിലാണോ? സത്യം തുറന്നു പറയൂ. സിനിമ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ, സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. റിമി ടോമിയുടെ ജീവിതത്തിലും പുതിയൊരു പ്രണയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ. നേരത്തെ വിവാഹിതയായ റിമി ടോമി ഭർത്താവ് റോയ്സിനെ കുറിച്ച് പലപ്പോഴും തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പല വേദികളും റിമിക്ക് കൂട്ടായി വന്നിരുന്നത് ഭർത്താവാണ്. എന്നാൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതോടെ വേർപിരിയുകയായിരുന്നു. ശേഷം റോയ്സ് വേറെ വിവാഹം കഴിച്ച് പുതിയ ജീവിതം ആരംഭിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടാണ് റിമി ടോമിയുടെ കരിയർ തുടങ്ങുന്നത്. പിന്നീട് സിനിമയിലേക്ക് വന്ന റിമി മീശമാധവൻ എന്ന സിനിമയിലെ ഹിറ്റ് പാട്ട് പാടി പിന്നണി ഗായികയായി. വേറിട്ട ശബ്ദവും സ്റ്റൈലും ഒക്കെയാണ് റിമിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. അതേസമയം പ്രണയത്തെക്കുറിച്ച് റിമി വാചാലയാകുമ്പോൾ ആരാധകർ താരത്തിന്റെ വിവാഹത്തെക്കുറിച്ച് കൂടി സംസാരിക്കുകയാണ്. ഇടയ്ക്കിടെ വിവാഹ വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും തനിക്ക് ഒരു വിവാഹം ഇനി ഉണ്ടെങ്കിൽ ഉറപ്പായും അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിമിയുടെ കുടുംബത്തെ പോലെ തന്നെ അവരുടെ ആരാധകരും റിമിയുടെ നല്ലൊരു ജീവിതത്തിനായി കാത്തിരിക്കുന്നുവെന്ന് കമന്റുകളിൽ നിന്ന് വ്യക്തമാണ്. സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിലാണ് മുൻപൊരിക്കൽ വാർത്തകൾ പ്രചരിച്ചത്. വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നുവെന്നാണ് റിമി ഒരിക്കൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ഒരു സത്യവുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നു എന്നറിയില്ല. നമ്മളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഇത്തരം ഒരു വാർത്ത പ്രചരിക്കുന്നത്. എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടായാൽ ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയും. ഞാൻ അങ്ങനെ പറയാതിരിക്കില്ല. നമ്മളുടെ ചാനലിലൂടെ തന്നെ ഞാനത് പറയുമെന്നും റിമി പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. 2 ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ കാര്യം, കല്യാണമായോ റിമി? ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ്. എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരണം നടത്തുന്നതെന്നും മനസ്സിലാകുന്നില്ല. ഭാവിയിൽ വിവാഹക്കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും. ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞിരുന്നത്. 2008 റിമി ടോമിയുടെ വിവാഹം. ബിസിനസ്സുകാരനായ റോയ്സിനെയായിരുന്നു വിവാഹം കഴിച്ചത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം നടന്നത്. എന്നാൽ 11 വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി. ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട്. അതേസമയം റോയ്സ് രണ്ടാമത് വിവാഹം കഴിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയയാണ് റോയ്സ് വിവാഹം കഴിച്ചത്. 2020 താൻ വീണ്ടും വിവാഹം കഴിച്ച വിവരം റോയ്സ് അറിയിക്കുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് ആശംസ നേർന്നെത്തിയത്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതും പതിവ് കാഴ്ചയാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ചിരി എന്ന ക്യാപ്ഷനോടെയാണ് റോയ്സ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരുന്നത്. ഇരുവരും നടത്തുന്ന യാത്രകളുടെ ചിത്രങ്ങളും മിക്കപ്പോഴും റോയ്സ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട്. ഒരിക്കൽ കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ച ആളാണ് താനെന്നും റിമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളൊന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. റോയ്സുമായുള്ള വിവാഹമോചനത്തിന് ശേഷം റിമി തനിച്ചാണ് താമസം. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി. റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങൾ തുടരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും വർക്കൌട്ട് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം. അതേസമയം അടുത്തിടെ റിമി ടോമിയെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവും ഇല്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതങ്ങളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി. കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ്. സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന് ഷാരൂഖ് ഖാൻ ആ ഷോയിൽ 100 കണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തത് റിമി ടോമിയെയാണ്. റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വതസിദ്ധമായ തമാശ പറഞ്ഞ ഡയലോഗ് "റോയ്സെ പൊയ്ക്കോ, ഞാൻ വരുന്നില്ലെന്ന്" ആർപ്പുവിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത്. എന്നാൽ ഈ ഡയലോഗ് അറം പറ്റുമെന്ന് അന്ന് റിമി ടോമി ഓർത്ത് കാണില്ല. റോയ്സും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത്. സ്റ്റീഫൻ ദേവസിയുമായുള്ള ഒരു TV ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേര് എന്താണെന്ന ചോദ്യത്തിന് തെറിയൊന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയ്സിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല. ആത്മാഭിമാനം അടിയറവ് വയ്ക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത്. റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു. സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി ടോമി പങ്കെടുത്തിരുന്നു. റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത്. ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത്. റിമിയുടെ അവരുടെയും സ്വഭാവം ഒരുപോലെയായിരുന്നു. റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി. മീശമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത്. അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി 100-ലധികം ചിത്രങ്ങളിൽ പാടി. റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല, അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ്. ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം, നല്ല ഇടപെടൽ, തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ്. റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ്. അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാനുണ്ട് എന്ന് മാത്രമാണ് പറയുക. ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി. ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു. രഘുകുമാർ ആയിരുന്നു സംവിധായകൻ. അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത്. പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെയാണ് കണ്ടത്. കാരണം ചോദിച്ചെങ്കിൽ മറുപടി നൽകിയില്ല. തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിന്റെ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. അകത്ത് കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടെന്ന്. അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്ത ദേഷ്യം റിമിയോട് തീർത്തതാണെന്ന് മനസ്സിലായി. അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിയായിരിക്കെ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക്. സീനിയർ ജഡ്ജിനൊപ്പം മാർക്കിട്ടപ്പോൾ അവർക്ക് ഹേർട്ടായതാണ്. അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു. പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല. കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ലെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു.